ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഫി വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ട്രിവാൻഡ്രം ജില്ലയിലെ സൂയിലേക്കാണ്. ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഗൈസ്, നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പോവുക. നമുക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ വന്നിരിക്കുന്നത് ഓണം വെക്കേഷൻ സമയത്താണ്. ഗൈസ്, അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ എൻ്റെ കുറച്ച് വേലാവിലാസങ്ങളും കൂടെ ഉണ്ട്. ഉണ്ടോ ഗൈസ്? ഇവിടെ നമ്മൾ ഒന്നും കാണാൻ പറ്റില്ല. ഞാൻ പോയി നോക്കുന്നുണ്ട്. അങ്ങ് താഴെ എന്തിരൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഗൈസ്, നമ്മുടെ സിംഹവാല കുരങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ട്. കറുത്ത സിംഹത്തിൻ്റെ കറുത്ത കുട്ടിയെ പോലെയാണ് ഗൈസ് ഉള്ളത്. ഗൈസ്, നമ്മുടെ സിംഹവാല കുരങ്ങൻ കണ്ടോ ഗൈസ്? നല്ല ജട പിടിച്ചിട്ടുണ്ട് ഗൈസ്. കണ്ടോ? എനിക്ക് തോന്നുന്നത് ഇത് 2 ജോഡിയായിട്ടായിരിക്കും ഇതിൻ്റെ അകത്ത് കാണുന്നത്. കാരണം നമ്മൾ 2 ഇവിടെ കണ്ടിട്ടുള്ളൂ. വേറെ കുറേ ഒന്നും കണ്ടില്ല. ഉണ്ടോ ഗൈസ്? നല്ല പൊളിയായിരിക്കുന്നു. അടുത്ത എന്താണ് ഗൈസ്? കാട്ടുപോത്താണെന്നാണ് സംശയം. ഗൈസ്, നമ്മുടെ സ്വന്തം ബംഗാൾ കുരങ്ങനാണ്. കണ്ടോ ഗൈസ്? ബംഗാൾ കുരങ്ങനെന്ന് വിളിക്കാം, ബംഗാളി കുരങ്ങനെന്ന് വിളിക്കാം. വട്ടപ്പേര് ബംഗാളി കുരങ്ങൻ. ചാടി ചാടി പറഞ്ഞേ. കണ്ടോ ഗൈസ്? അടുത്ത് നമുക്ക് വേറെ സാധനത്തിന് പോയി നോക്കാം. അവിടെ എന്തിനാന്തോ ഗൈസ്, അവിടെ ഒന്നും കാണാനില്ല. കണ്ടോ ഗൈസ്? കുറേ മരങ്ങളൊക്കെ മാത്രമേ കാണാവൂ. ഇനി നിങ്ങൾക്ക് എൻ്റെ വീലാവിലാസങ്ങൾ കാണാം. ഗൈസ്, നമ്മുടെ മച്ചമ്പി അമ്മാവൻ ഇവിടെ ഇരിക്കുന്ന കണ്ട ഗൈസ്. പിന്നെ ഞാനും കുരങ്ങനും ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി കയറിയിരുന്നേ. ഇഷ്ടപ്പെട്ട കമൻറ്റ് ഇടണേ ഗൈസ്. ഒപ്പോ ഇത് ഇരിക്കുന്ന ആരാണെന്ന് കണ്ടോ ഗൈസ്? നമ്മുടെ സ്വന്തം ചീറ്റ. ഇത് വാലിക്കെട്ടിൻ്റെ അകത്തിരിക്കണോണ്ട് കൊള്ളാം, ഇല്ലെങ്കിൽ നമ്മളെല്ലാം കടിച്ച് തിന്നു ഗൈസ്. കണ്ടോ? ഇതാണ് ഗൈസ് ഒറിജിനൽ ചീറ്റപ്പുലി. ഗൈസ്, ഇതിൻ്റെ അകത്ത് മീൻ മുതലുണ്ടെന്ന് പറഞ്ഞ്. മീൻ മുതല എവിടെ? നമ്മൾ കടന്ന് തിരക്കി, പക്ഷെ ഒന്നുമില്ല. വെള്ളം മാത്രം കാണാം. ഒരു ഓടയും കിടക്കുന്നു കേട്ടാ ഗൈസ്. പിന്നെ നമ്മൾ നടന്ന് പൊക്കോണ്ടിരുന്നപ്പോൾ ഒരു ഗുഹ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ അകത്ത് കരടി കാണുമോ. ഇറങ്ങി വരണവരെല്ലാവരും കരടി ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത് ഗൈസ്. ഇതിൻ്റെ അകത്ത് കുറേ അരയന്നങ്ങളും കൊക്കും എല്ലാം ഉണ്ട് ഗൈസ്. കറുത്ത കൊക്കൊക്കെയാണ് ഗൈസ് ഇവിടെ ഉള്ളത്. ഞാൻ കറുത്ത കൊക്ക് കണ്ടിട്ടേ ഇല്ല. കണ്ടോ ഗൈസ്? നല്ല പച്ച കളറ് കുളമാണ്. അതിൻ്റെ അകത്താണ് ഇവരെല്ലാവരും കുടുംബത്തോടെ ആയിരിക്കും ചിലപ്പോൾ താമസിക്കുന്നത്. കണ്ടോ ഗൈസ്? മരമൊക്കെ ഉണ്ട് ഗൈസ്. കണ്ടോ? ഇത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ കൊക്കാണ് ഫ്രണ്ട്സ്. ബാക്കിയുള്ളതൊക്കെ സാധാരണ കൊക്കുകളാണ്. ബ്ലാക്ക് കളറും പിന്നെ വൈറ്റിൽ ബ്ലാക്കും വരുന്ന കൊക്കുകളും ഉണ്ട്. കണ്ടോ ഗൈസ്? നല്ല രസമുണ്ട് ഗൈസ് ഈ കൊക്കുകളെയൊക്കെ കാണാൻ. അതിൻ്റെ സൈഡിൽ കുറേ ചെടികളും മരങ്ങളൊക്കെ ഉണ്ട്. കണ്ടോ ഗൈസ്? ഗൈസ്, പിന്നെ ആ സൈഡിൽ കൂടെ 2 അരയന്നങ്ങൾ കൂടെ നീന്തി കളിക്കുകയാണ് ഗൈസ്. നല്ല രസമുണ്ട് ഗൈസ് അവർ നീന്തി പോകുന്നത് കാണാൻ. കണ്ടോ ഗൈസ്? ഒരു വലിയ കുളമാണ് ഗൈസ്. ഗൈസ്, ഇത് ഗ്ലാസ് ഇട്ട് മൂടിയിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് പക്ഷെ നേരിട്ട് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫോണിൽ കാണുന്നതുകൊണ്ടാണ് ക്ലാരിറ്റി ഇല്ലാത്ത. കണ്ടോ ഗൈസ്? എല്ലാം പക്ഷികളുടെ ലിസ്റ്റ് ഇവിടെ ഉണ്ട്. കണ്ടോ ഗൈസ്? ഇതെല്ലാം പക്ഷികളെ കുറച്ച് വിവരിച്ച് ഫ്രെയിം കൊടുത്തിരിക്കുകയാണ്. കണ്ടോ ഗൈസ്? ഇഷ്ടം പോലെ പക്ഷികളുണ്ട് ഗൈസ്. ഗൈസ്, അടുത്ത് നമ്മൾ പോകുന്നത് നമ്മുടെ നീർനായയിലേക്കാണ് ഗൈസ്. ഞാൻ കണ്ടപ്പോൾ വിചാരിച്ച് പട്ടികൾ കിടന്ന് ഓടയാണ്. കണ്ടോ ഗൈസ്? അത് ഫുൾ നീർനായയാണ് ഗൈസ്. ഞാൻ ആദ്യമായിട്ടാണ് നീർനായ ഇങ്ങനെ കിടന്ന് ചാടുന്ന കണ്ടിട്ടുള്ളത്. കണ്ടോ ഗൈസ്? നല്ല സിനിമയിലൊക്കെ കാണും പോലെയാണ്. കണ്ടോ ഗൈസ്? നല്ല സൂപ്പറായിരിക്കുന്നു. നിങ്ങൾ ആദ്യമല്ലേ ഇതൊന്ന് കണ്ടോ ഗൈസ്? ചാടി കുളിക്കുകയാണ് ഗൈസ് അവർ. ഫ്രണ്ട്സ്, നല്ല ഭംഗിയുള്ള കാഴ്ചയായിരുന്നു. ഗൈസ്, ഇത് കണ്ടാ ഗൈസ് ആര് കിടക്കണേന്ന്? നമ്മുടെ ജംഗിൾ കിങ് ആണ് ഗൈസ്. കാട്ടിലെ രാജാവാണ് ഗൈസ്. ഇതാണ് ഗൈസ്. ഇവിടെ ഒരു സിംഹമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് ആ സിംഹത്തിന് പഠിക്കാനായിരിക്കും ഒരു ബെഞ്ചൊക്കെ വാരി ഇട്ട് കൊടുത്തിരിക്കുന്നു. കണ്ടോ? ഒരു ബെഞ്ചും
കിടക്കുന്നുണ്ട്. കുളിക്കാൻ വേണ്ടി സ്വിമ്മിങ് പൂളൊക്കെ ഉണ്ട് അവിടെ. ഉണ്ടോ, ഇതൊക്കെ അങ്ങനെ കുളിക്കണമെന്ന് ഉണ്ടോ ഗൈസ്. സിംഹം ലൈവായിട്ട് കാണാം. ഇത് കാണണമെന്നുള്ളവർ സൂയിലും വന്ന് കാണാം, എൻ്റെ ചാനലെടുത്തും വന്ന് കാണാം. ദാ നിൽക്കുന്നു ഗൈസ് നമ്മുടെ യമു ചേച്ചി. കണ്ടോ ഗൈസ്, എല്ലാവർക്കും ഫോട്ടോ പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊക്കെ ചിരിച്ചാണ് നിൽക്കുന്നത്. കറുത്തായിട്ട് മുടിയൊക്കെ നല്ല സ്പ്രീക്കാക്കി നമ്മുടെ അമ്മച്ചി ഇവിടെ എല്ലാവർക്കും ചിരിച്ച് കാണിക്കുന്നുണ്ട്. കണ്ടോ ഗൈസ്, നല്ല ഗമയിലൊക്കെ ആണ് ഗൈസ് ആളുടെ നിപ്പും മട്ടും ഭാവം ഒക്കെ. കണ്ടോ ഗൈസ് ഫ്രണ്ട്സ്, ഫോട്ടോ പോസിംഗ് ആണ് ഗൈസ് നമ്മുടെ യമു ചേച്ചിയുടെ മെയിൻ പരിപാടി. കണ്ടോ ഗൈസ്, നല്ല ഫോട്ടോ പോസിങ്ങിനൊക്കെ തരുന്നുണ്ട് ഗൈസ്. കണ്ടോ ഗൈസ്, നമ്മുടെ കടുവാണെന്ന നല്ല ലൈവായിട്ട് ഇറങ്ങി വരുന്നുണ്ട് ഗൈസ്. നല്ല ആക്ഷൻ റോളൊക്കെ എടുത്തുകൊണ്ടാണ് ഗൈസ് വരുന്നത്. ഞാനും നമ്മുടെ അണ്ണനും ഇവിടെ വന്ന ആൾക്കാരൊക്കെ നന്നായിട്ട് ഗർജിക്കുന്നുണ്ടായിരുന്നു. ഗൈസ്, നമ്മുടെ ഹിപ്പോപ്പൊട്ടാമസും കുടുംബമായിട്ട് ഹിപ്പോ അണ്ണൻ്റെ കുടുംബം എല്ലാവരും കൂടെ നമ്മൾ കുളത്തിൽ കിടന്ന് കുളിയോടെ കുളി. ഗൈസ്, കുളമാണോ ചാനലാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഗൈസ്, നമ്മുടെ ഹിപ്പോ അണ്ണനൊക്കെ എന്തൊരു തടിയാണ്. അപ്പോ പൊളി. ഗൈസ്, നമ്മുടെ സാമ്പാർ ഡിയർ ഗൈസ് നമ്മുടെ സാമ്പാർ ഡിയർ കണ്ടോ ഗൈസ്, ഫുള്ളും അതാണ്. ഉണ്ടാ, അതിൻ്റെ മലയാളം മ്ലാവാണെന്നാണ്. മ്ലാവ്. ഗൈസ്, നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഫുള്ളും നമ്മുടെ കുട്ടപ്പനെയാണ്. കണ്ടോ ഗൈസ്, വെള്ളമാനും എല്ലാം പുള്ളിമാൻ വരെ ഇവിടെ ഉണ്ട്. ഇനി ഫുള്ള് നിങ്ങൾ കണ്ട് ആസ്വദിച്ചോ. ഗൈസ്, അടുത്തതായി നമ്മളെ സിംഹവും പുലിയാണ് പറഞ്ഞത്. കണ്ടോ ഗൈസ്, നമ്മുടെ പെൺസിംഹം ഇവിടെ കടന്ന് ഉറങ്ങുന്ന കണ്ടില്ലേ. അടുത്തത് ആര് വരണത്? വീണ്ടും പെൺസിംഹം തന്നെ. എന്തോ ഗൈസ്, അടുത്തതായിട്ട് നമ്മുടെ മച്ചാനാണ് ഗൈസ്. കണ്ടോ, കാട്ടിൽ കൂടെ നേരത്തെ കണ്ട കാട്ടിലെ സിംഹമാണ് ഗൈസ്, കാട്ടുരാജാവ്. കണ്ടോ നടന്നു പോകുന്നത് കണ്ടോ ഗൈസ്. അടുത്തത് നമ്മുടെ ബംഗാൾ കടുവയാണ് ഗൈസ്. കണ്ടോ, നല്ല ലൈവായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഗൈസ്. നമ്മുടെ മച്ചാൻ കടന്ന് സുഖമായിട്ട് ഉറങ്ങുകയാണ് ഗൈസ്. കണ്ടോ കണ്ടോ ഗൈസ്, നമ്മുടെ ചീറ്റയെ കണ്ടോ, ചീറ്റപ്പുലി കണ്ടോ. അവൻ്റെ കണ്ണിൽ തന്നെ നോക്കി നോക്കിയേ, 100 വാട്ടിൻ്റെ ബൾബാണ് ഗൈസ് കണ്ണി വെച്ചിരിക്കുന്നത്. കണ്ടോ, ഇത് കടിച്ചാലുള്ള അവസ്ഥ ആലോചിച്ച് നോക്ക്. കണ്ടോ ഗൈസ്, അടുത്തതായി വരുന്നത് നമ്മുടെ സ്വന്തം കുറുനരിയാണ്. കണ്ടോ ഗൈസ്, അവ ഒളിച്ചാണ് ഇരിക്കുന്നത്. ഊളനും കുറുനരിയെന്നും വിളിക്കും. കണ്ടോ, അവന് കുറച്ച് ഗുഹയൊക്കെ ഉണ്ട്. ഗൈസ്, അടുത്തത് നമ്മുടെ ആൺമയിലാണ് ഗൈസ്. കൊള്ളാം ഗൈസ്. ഗൈസ്, അടുത്തത് കണ്ടോ ഗൈസ്, വേറെ ഒരു മയിലാണെങ്കിൽ നേരത്തെ പോലെ ഫോട്ടോ പോസിങ്ങിന് നിന്ന് തരയാണ് ഗൈസ്. കണ്ടോ ഗൈസ്, കുടുംബത്തോടെയാണ് ഗൈസ് ഇവിടെ എല്ലാവരും താമസിക്കുന്നത്. കണ്ടോ, എല്ലാ മയിലും ആ കൂട്ടിൻ്റെ അകത്താണ് ഏറ്റവും കൂടുതൽ മയിലുള്ളത്. കണ്ടോ ഗൈസ്, അടുത്തുള്ളത് കൊക്കും മാനും ആൺമയില്, പെൺമയിലാണ് ഗൈസ്. അത് പെൺമയിൽ. ഞാൻ പെൺമയിൽ ആദ്യമായിട്ടാണ് കാണുന്നത്.
ഗൈസ് അടുത്തതായി നമ്മുടെ ബട്ടർഫ്ലൈ പാർക്കിലേക്കാണ് നമ്മൾ കയറുന്നത് ഗൈസ്. പക്ഷെ അവർ നമ്മളെ പറ്റിച്ചിട്ടുണ്ട്. അതിനകത്തൊരു പൂമ്പാറ്റയും ബട്ടർഫ്ലൈ ചിത്രശലഭവും ഒന്നുമില്ല ഗൈസ്. പക്ഷെ കാണാൻ നല്ല രസമുണ്ട്. പിന്നെ അതിൻ്റെ ലിസ്റ്റാണ്. അടുത്തതായി കണ്ടോ ഗൈസ്, സ്നാക്കിൻ്റെ സ്ഥലമാണ് ഗൈസ്. ഇതിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ സ്നാക്കിൻ്റെ സ്ഥലമാണ്. കണ്ടോ അടുത്തതായി നമ്മുടെ പെരുമ്പാമ്പാണ് ഗൈസ്. കണ്ടോ ഗൈസ്, ആരൊക്കെ പെരുമ്പാമ്പിനെ കണ്ടിട്ടുണ്ടെന്ന് ഒന്ന് കമന്റിൽ അറിയിക്കണേ ഗൈസ്. അടുത്തതായി മൂർഖം പാമ്പാണ് ഗൈസ്. അപ്പോൾ കാണാൻ പറ്റുന്നില്ല, പൊത്തക്കകത്ത് ഒളിച്ചിരിക്കുന്നു കള്ളൻ. അടുത്തതായി നമ്മുടെ കാട്ടുപാമ്പാണ്. അതിൻ്റെ പൊടി പോലും ഇവിടെ കാണാനില്ല. ഗൈസ് പിന്നെ അവിടെ ഉള്ളൊരു വാച്ച്മാൻ നമ്മളെ അടുത്ത് പറഞ്ഞു ഇവിടെ പാമ്പിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ്. അപ്പം നമ്മൾ പറ്റുന്ന രീതിയിൽ പാമ്പിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. ബൈ ബൈ ഗൈസ്. നമ്മൾ അങ്ങനെ സൂയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇത് കനകക്കുന്ന് പാലസ് ആണ്. അങ്ങനെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ബൈ ബൈ.